ഹലോ എവ്രി വൺ, ദിസ് ഇസ് ഫാമി ബിഗിൻ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫാമകോഗ്നോസിയിലെ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഗാനിക് കോമ്പൗണ്ട് അതർ ദാൻ ന്യൂട്രിയൻസ്. പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് പോലെ തന്നെ അവർക്ക് വേണ്ട ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് അവരുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സുകൾക്ക് സഹായിക്കും. അതുപോലെ മോർഫോളജിക്കൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ലോവസ്റ്റ് കോൺസെൻട്രേഷനിൽ മതി. ഇതിനെ പറയുന്ന മറ്റ് പേരുകളാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഫൈറ്റോ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ് എന്നൊക്കെ പറയും. ഇവർ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും സിന്തറ്റിക് ആയിട്ടുള്ള ആക്ഷൻസും പ്ലാന്റ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ എക്സാമ്പിൾസും നോക്കണം. ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകൈനിൻസ്, അബ്സസിക് ആസിഡ്, എത്തിലീൻ. പിന്നെ ഓരോന്നിൻ്റെയും ക്യാരക്ടേഴ്സ്, അവരുടെ ആപ്ലിക്കേഷൻ, ചിലതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഒക്കെ നോക്കണം. ഫസ്റ്റ് നോക്കുന്നത് ഓക്സിൻസ് എന്താണെന്നാണ്. ഓക്സിൻസ് ആണ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തെടുത്ത പ്ലാന്റ് ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ഓക്സിൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ടേം ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ദ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊമോട്ട് ടിഷ്യൂ എലോങ്ങേഷന് വേണ്ടി സഹായിക്കുന്ന സബ്സ്റ്റൻസ് എന്നാണ് ഓക്സിൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ ടൈപ്പും 2 സിന്തറ്റിക് ടൈപ്പും. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഓക്സിൻസിന് എക്സാമ്പിളാണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, ഫിനൈൽ അസറ്റിക് ആസിഡ്, ഇൻഡോൾ 3 അസറ്റോനൈട്രിൽ. ഇതിൽ ഇൻഡോൾ അസറ്റിക് ആസിഡിൻ്റെ ഇമേജാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ കാണിച്ചിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഓക്സിന് എക്സാമ്പിളാണ്. അതിന് വരുന്നതാണ് 1 നാഫ്തലീൻ അസറ്റിക് ആസിഡ്. അതിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡോൾ 3 ബ്യൂട്രിക് ആസിഡ്, 2,4 ഡൈക്ലോറോഫിനോക്സി അസറ്റിക് ആസിഡ്. ഇത്രയാണ് സിന്തറ്റിക്കിൻ്റെ അകത്തുള്ളത്. ഇനി പറയുന്നത് ഈ ഓക്സിൻ പ്ലാന്റ് ഹോർമോൺ പ്ലാന്റിൻ്റെ എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, യങ് ലീഫ്, ഡെവലപ്പിംഗ് സീഡ്. ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഷൂട്ട് ഗ്രോ ചെയ്യുന്ന ആ ഒരു പാർട്ട്, അതിൻ്റെ എപ്പിക്കൽ പാർട്ട്. പിന്നെ യങ് ആയിട്ടുള്ള ലീഫ്, പിന്നെ ഡെവലപ്പിംഗ് സീഡ്, ഇതിലൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡിൽ നിന്നാണ്. നെക്സ്റ്റ് ഓക്സിൻസിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ഇൻ്റർനോഡ് ഇലോങ്ങേഷൻ. പ്ലാന്റ്സിൻ്റെ ഇൻ്റർനോഡിൻ്റെ എലോങ്ങേഷന് സഹായിക്കും. ലീഫിൻ്റെ ഗ്രോത്തിന് സഹായിക്കും. പിന്നെ ഇൻഹിബിഷൻ ഓഫ് വാസ്കുലാർ ടിഷ്യൂ, ഫ്രൂട്ട് ഗ്രോത്ത്. വാസ്കുലാർ ടിഷ്യൂസിനെയും ഫ്രൂട്ട് ഗ്രോത്തിനെയൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ റൂട്ടിൻ്റെ ഗ്രോത്തിനെ മൊത്തത്തിൽ ഇൻഹിബിറ്റ് ചെയ്യും. നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ ഓഫ് വാസ്കുലാർ ടിഷ്യൂ ബൈ ഇൻഡോൾ അസറ്റിക് ആസിഡ്. ഈ ഇൻഡോൾ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഓക്സിൻ ഡെറിവേറ്റീവ് എന്തിനു സഹായിക്കും? വാസ്കുലാർ ടിഷ്യൂവിൻ്റെ ഡിഫറൻസിയേഷന് സഹായിക്കും. അതുപോലെ തന്നെ റൂട്ടിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റെം കട്ടിങ് സമയത്ത്, അതായത് ഒരു പ്ലാന്റിൽ നിന്ന് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വേറെ മാറ്റി നടുന്ന സമയത്ത് ആ സ്റ്റെമ്മിന് വേര് പിടിക്കണം എന്നുണ്ടെങ്കിൽ, റൂട്ട് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓക്സിൻസ് സഹായിക്കും. പിന്നെ ലാറ്ററൽ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ അഡ്വൻറ്റീഷ്യസ് റൂട്ട്, ലാറ്ററൽ റൂട്ട് ഫോം ചെയ്യണം. അതിനിവർ സഹായിക്കും. അതുപോലെ തന്നെ പ്ലാന്റ്സിന് ഗ്രാവിറ്റിയുടെ നേർക്ക് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ നേർക്കൊക്കെ വളരാൻ വേണ്ടി സഹായിക്കുമല്ലോ. അങ്ങനെയുള്ള ഗ്രോത്തിനൊക്കെ ഈ ഓക്സിൻ സഹായിക്കും. ഓക്സിൻസ് ഇൻഡ്യൂസ് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് ഡെവലപ്മെൻറ്റ്. അതായത് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഫ്രൂട്ട്സ് സിന്തസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ആയിരിക്കും. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉള്ള ഫ്രൂട്ട്സിനെയാണ് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ 2,4-D എന്ന് പറയുന്ന ഒരു ഓക്സിനുണ്ട്.
അവർ ഡൈക്കോട്ട് വീഡ്സ്, അതായത് ഈ പെസ്റ്റ് പോലുള്ള അതിനെയൊക്കെ തുരത്താൻ വേണ്ടി സഹായിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഓക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോട്ടോട്രോപ്പിസം ആൻഡ് ജിയോട്രോപ്പിസം, നേരത്തെ പറഞ്ഞ സെയിം കാര്യം. അതായത് ഈ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ലൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടും പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഓക്സിൻസിന് ഉള്ളത്. ബാക്കിയുള്ള ഹോർമോൺസ് അടുത്ത വീഡിയോയിൽ നോക്കാം.